എന്താ ചെയ്യേണ്ടത്? എന്തിട്ട് ഇങ്ങനെ കഥ ഒന്ന് തീരട്ടെ. ഇവിടെ ഒരു ഓരോരുത്തർ വരും ഇതൊക്കെ പാടെ തീരുമാനമാക്കാൻ. അല്ല മെമ്പർ ഇതിനൊക്കെ ഒരു നിയമല്ലേ? എന്ത് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞെന്താണ് കുടി ഞാൻ ചോദിച്ചില്ലേ മെമ്പറെ, എനിക്ക് അന്ന് നിങ്ങൾ വോട്ട് ചോദിച്ചു വന്നപ്പോ അന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിയാണ്. അന്ന് ഞാൻ ചോദിച്ചു എന്റെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ നികുതി അടക്കേണ്ടി ചോദിച്ചു. അന്ന് മണ്ടാക്കി കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് അടച്ചാൽ മതിയായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞു. ആ ചെലപ്പം പറഞ്ഞിട്ടുണ്ടാവും. അതന്നെ എനിക്കൊന്നും സ്വന്തം പേരല്ലേ? അതന്നെ ഞാനും പറഞ്ഞത്. ടാക്സ് വെക്കാൻ തന്നെ ഞാൻ പൈസ കൊടുത്ത് ഉണ്ടാക്കിയ വീടാണ്. അല്ലെങ്കിൽ റിക്കവർ ചെയ്യും ഞങ്ങള്. നിങ്ങളിന്ന് എന്താ അക്ഷന ചടിക്ക്? ഞാൻ മെമ്പറെ അവിടുന്ന് കണ്ടോളാം. നിങ്ങളൊരു വാർഡ് അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഈ ഓഫീസിൽ ഓഫീസർമാരെ ഇപ്പൊ ഇരുന്നിട്ട് ഓല സൈഡാവല്ലേ? നിങ്ങൾ അങ്ങോട്ട് വരും, നാട്ടിക്ക് വരും, നമ്മളെ വാർഡുകൾ വരും. അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്നുള്ള ഞാൻ അപ്പൊ അവിടുന്ന് കാണിച്ചരാ. നിങ്ങൾ അങ്ങാടിക്കാണ് വരും. ഇതെന്താ ഞാൻ അടച്ചോളാം. പിന്നെ ആളാകെ കൂടാണ് നിങ്ങൾക്ക് അറിയിട്ടാണ്. പിന്നെ അതൊന്നും വിവരാവകാശ നിയമപ്രകാരം അങ്ങനത്തെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം. ഇത് ഞാൻ അടച്ചോളാം. നാട്ടിൽ എത്തേണ്ട എനിക്ക് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ടാക്സ് കെട്ടിയാൽ മതി. പോയതിപ്പോ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ നാട്ടുകാട് പേര്. അപ്പോ എന്താ കാറ്റാവത്തൊന്നും നമുക്കറിയില്ല. അല്ല നമ്മളെ പെൻഷൻ അത് വണ്ടി വലിയ ഒഴിവായല്ലേ? ഇനി നമ്മളെ പെൻഷൻ ഒന്നും ശരിയാക്കി തരും. നിങ്ങള് പെൻഷൻ എങ്ങനെ തരിക? നിങ്ങളെ വീട്ടിൽ AC ഇല്ലേ? ഏസിന്റെ എഴുതിയാണ്ട് ഇപ്പൊ എന്താ പെൻഷൻ? പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, സർക്കാരിന്റെ നിയമം അതാണ്. അല്ല മെമ്പറെ എത്തപ്പോ ഇത് മട്ടം എന്താ നിങ്ങൾ പെൻഷന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇല്ല കൊടുത്ത് ഇതത്ത ഈ പറയണേ. നിങ്ങളോട് വരിട്ടോ, നിങ്ങളെ കാണിച്ചരാ. ആ നിങ്ങളോട് വരി. അതും ഞാൻ പറഞ്ഞു. ആ അങ്ങോട്ട് വരി, അപ്പൊ ശരിയാക്കി തരാം. ഒരു കൊല്ലത്തെ നികുതി അടക്കാറിനപ്പോ എന്നെ കൊണ്ട് കജു എന്റെ പേരന്റെ അല്ലേ. ഇതിപ്പോ മാസം മാസം പെൻഷൻ കൊടുക്കാറിനാല് അത് നടക്കൂല. നിങ്ങളെ ഓരോന്ന് കേൾക്കുമ്പോ ആലോചിക്കണേ.